Welcome back to Nosh Blends. This is a prawns recipe. Very കുറച്ച് spices use ചെയ്ത് prawns ന്റെ flavor മുന്നിൽ നിൽക്കുന്ന recipe ആണിത്. So please watch my video and try this recipe. അപ്പോൾ ചെമ്മീൻ കുക്ക് ചെയ്യാം. ഇന്നത്തെ കുക്കിങ്ങിനായി ഞാൻ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മൺചട്ടിയിലേക്ക് ഇടുന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം. ഇത് ഓവർ കുക്കിംഗ് ആകാൻ പാടില്ല. ചെമ്മീൻ ഓവർ കുക്കായാൽ ഹാർഡായി പോകും. സോ ബാക്കി കുക്കിംഗ് നമ്മൾ പാനിൽ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം 3 മിനിറ്റ് കുക്ക് ചെയ്ത ചെമ്മീൻ ഞാനിപ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം പാനിൽ നമുക്ക് ബാക്കിയുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കുക്ക് ചെയ്യാം. നന്നായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി സോട്ട് ചെയ്യാം. ഏകദേശം 1 മിനിറ്റോളം നമുക്കിത് വഴറ്റണം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി സോട്ട് ചെയ്ത് ഏകദേശം ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓയിൽ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളി നന്നായി മൊരിഞ്ഞ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച ചെമ്മീൻ ആഡ് ചെയ്തു. ഇത് തിളച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തു. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഇത് കുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം ചെമ്മീൻ റെഡിയായോ എന്ന്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഇത് സോട്ട് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേയായി കുറച്ച് കറി ലീവ്സും
1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുത്ത്. ഇപ്പോൾ ചെമ്മീൻ റെഡി.